കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിന് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും സ്ഥാനാർത്ഥിയാക്കാനും DCC പ്രസിഡന്റിന് പണം വാങ്ങിയതായി ആരോപണം. ഈസ്റ്റളേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതിനിടെയാണ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ കോഴ ആരോപണം ഉന്നയിച്ച DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചത്. ഈസ്റ്റളേരി പഞ്ചായത്തിൽ 6 സീറ്റ് തങ്ങൾക്ക് നൽകാമെന്ന് KPCC ഉറപ്പ് നൽകിയിരുന്നു. പിന്നീട് 4 സീറ്റ് വാഗ്ദാനം നൽകിയെങ്കിലും 1 സീറ്റിൽ ഒതുക്കി. AICC KPCC നേതാക്കൾക്ക് രാജിക്കത്ത് നൽകിയതിന് പിന്നാലെയാണ് PK ഫൈസലിനെതിരെ ജെയിംസ് പന്തമാക്കൽ ആഞ്ഞടിച്ചത്. ഇവിടെ ഇപ്പോൾ ചിറ്റാരിക്കാലിലെ 18 സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് 18 സീറ്റും ഒരുമിച്ച് കൊടുത്തു. ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ആ കോർ കമ്മിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഏക അംഗങ്ങളാണ്. 18ൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമാണ് വന്നത്, ഒരാളുടെയും പേര് വേറെ വന്നില്ല. അപ്പോൾ 18 സീറ്റുകളും കച്ചവടം ചെയ്താൽ എത്ര പൈസ കിട്ടും എന്ന് ഫൈസലിനോട് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ഇതുപോലുള്ള DCC പ്രസിഡന്റുമാർ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിൽ പാർട്ടി ഇല്ലാതാവും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷം PK ഫൈസലിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായി നടത്തിയതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ചോർന്നു കിട്ടിയ ആ ആക്ഷൻ വീഡിയോ അത് ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ്. ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പം ചാനൽ, അതായത് മാധ്യമപ്രവർത്തകരെ 3ാം നിലയിലേക്ക് വിളിക്കാൻ പാടില്ല. അത് ആസൂത്രിതമായി വിളിച്ചതാണ്. ഞാനെന്തെങ്കിലും പ്രതികരിക്കുമോ, ഞാനെന്തെങ്കിലും പൊട്ടിത്തെറിച്ച് പറയും. ഞാൻ അന്നും വളരെ സംയമനത്തോട് നിന്നു. മാതൃഭൂമി പത്രത്തിൽ നിന്ന് ഫോട്ടോ ഞാൻ കണ്ടു, വളരെ നല്ല ഫോട്ടോസായി, നല്ല രീതിയിൽ അവിടെ അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഞാൻ രാത്രി പുള്ളിയെ വിളിച്ചിരുന്നു. ആസൂത്രണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. വില്ലൻ അദ്ദേഹമാണെങ്കിൽ ഞാൻ അത് കൈകാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഈ പറയുന്ന പ്രശ്നം. ജെയിംസ് പന്തമാക്കലിന് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ 4 വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തിൽ 1 ഡിവിഷനും നൽകിയെന്ന് വ്യക്തമാക്കിയ PK ഫൈസൽ തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി. നമ്മൾ ഈസ്റ്റളേരി വിഷയവും വളരെ കൃത്യമായി ജെയിംസ് പന്തമാക്കലും പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അവിടെ ടോട്ടൽ 18 സീറ്റ്. ഈ സീറ്റ് ചർച്ചയിലും ജെയിംസ് പറഞ്ഞ ആളുകൾക്ക് 4ഓളം ആളുകൾക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ ചേരിപ്പോരിൽ മറുഭാഗത്തുള്ള നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിക്ക് സീറ്റ് നൽകരുതെന്നായിരുന്നു ജെയിംസ് പന്തമാക്കലിന്റെ പ്രധാന ആവശ്യം. എന്നാൽ ജെയിംസ് പന്തമാക്കലിന്റെ വാർഡിൽ തന്നെ സീറ്റ് നൽകി ജോസഫ് മുത്തോലിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ കോൺഗ്രസ് മത്സരിക്കുന്ന 17 വാർഡുകളിൽ 7 ഇരുഭാഗത്തെയും വിമതന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസുമായി ഇടഞ്ഞ് DDF എന്ന സംഘടനയുണ്ടാക്കി 3 തവണ ഈസ്റ്റളേരിയിൽ ഭരണം പിടിച്ച ജെയിംസ് പന്തമാക്കൽ 2022 കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. ജോസഫ് മുത്തോലി വിഭാഗത്തെ മുന്നിൽ നിർത്തി ജെയിംസ് പന്തമാക്കലിനെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒതുക്കുകയാണെന്ന് ആരോപണമുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.